ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെയ്യാർ ഡാമിലേക്കാണ്. എൻ്റെ വീടിൻ്റെ കുറച്ചടുത്താണ് നെയ്യാർ ഡാം. ഫോറിനേഴ്സൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നെയ്യാർ ഡാം എന്ന് പറയുന്നത്. അതുപോലെ TVMലെ ടോപ്പ് പ്ലേസാണ് നെയ്യാർ ഡാം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. ഒരുപാട് തിരക്കും ഉള്ള ഒരു സമയമാണ് ഈ ഓണം, ക്രിസ്മസ് ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ബ്ലോക്ക് തന്നെ ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നത്. നടന്നു പോകാനും കൂടി സ്ഥലം കാണത്തില്ല, അത്രയ്ക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല പ്ലേസാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ഇയറും ഇവിടെ വരുന്നതാണ്, എല്ലാ ഇയറും മുടങ്ങാതെ. എനിക്ക് തോന്നുന്നു ഏകദേശം ജനിച്ച ആ സമയം മുതൽ എല്ലാ ഇയറും മുടങ്ങാതെ വരുന്നൊരു പ്ലേസ് കൂടെയാണ് നെയ്യാർ ഡാം എന്ന് പറയുന്നത്. എനിക്കും വളരെ ഇഷ്ടമാണ്. ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, അത് അടിപൊളിയാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് പ്രോഗ്രാംസുകളും ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു 6-7 ദിവസത്തേതായിരിക്കും. അപ്പോൾ ഈ 7 ഡേയ്സ് അല്ലെങ്കിൽ ഈ 6 ഡേയ്സും ഇവിടെ പ്രോഗ്രാംസും ഉണ്ടാവും. നല്ല പ്രോഗ്രാംസാണ്, അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. പിന്നെ ഇവിടെ നടന്ന് കാണാനായിട്ട് ഒരുപാട് സമയമെടുക്കും, അത്രയ്ക്കും നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല, കണ്ട് തന്നെ അറിയണം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് പോകാനായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചെറിയ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. ഡാമിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെയാണ് ഒരു വലിയ സർപ്രൈസ് ഉള്ളത്, അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. ഇത് ഡാമിലെ റിസോർട്ടാണ്. ഇവിടെയും ലൈറ്റ്സൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും പിന്നെ കാണാനായിട്ട് ഒരുപാടുണ്ട്. വാട്ടർ ഫൗണ്ടെയിൻ, പിന്നെ കുറച്ച് പ്രതിമകൾ, അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കൂടെ നടക്കുമായിരുന്നു. ഒരുപാടുണ്ടല്ലോ കാണാനായിട്ട്. അമ്മയ്ക്കും അച്ഛനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുവാണ്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് പ്രതിമകളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് ഒറിജിനലായിട്ട് തോന്നിയെന്നാണ് അമ്മ പറയുന്നത്. മുയലൊക്കെയാണ്. പിന്നെ ഇത് വാട്ടർ ഫൗണ്ടെയിൻ, ഇതും വളരെ അടിപൊളിയാണ്. നമുക്ക് നേരിട്ട് കാണാൻ ഇതിലും അടിപൊളിയായിരിക്കും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇതാണ് നമ്മുടെ നെയ്യാർ ഡാം, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ലൈറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെയാണ്, ഒന്നും മിസ് ചെയ്യാനായിട്ടില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വേണം, അത്രയ്ക്കും അടിപൊളിയാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ തന്നെ മറന്നുപോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ. പിന്നെ അത് കാണാൻ തന്നെ തികയുന്നില്ല നിൽക്കുന്ന സമയം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നടക്കാനായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കാണുന്ന സ്ഥലമാണെങ്കിൽ പോലും ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണല്ലോ. അപ്പോൾ അടുത്തുള്ളവർക്കായാലും അവരൊന്നും ഒരിക്കലും മിസ് ചെയ്യൂല, അടുത്ത് താമസിക്കുന്നവരായാൽ കൂടി. സത്യം പറഞ്ഞാൽ അന്ന് അവിടെ നിന്ന് തിരിച്ചു വരാനേ തോന്നിയില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. ആ ഡാമൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, നല്ല ഭംഗിയാണ്. നമ്മൾ പിന്നെ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, കാരണം വീടടുത്താണല്ലോ. പക്ഷേ ബ്ലോക്കും അത്രയ്ക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലേറ്റാകും വീട്ടിലെത്താനായിട്ടായിരുന്നാലും. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി, എന്നാലും അത്യാവശ്യം സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഏകദേശം ഡാമിൻ്റെ മുകളിലുള്ള ആ ഒരു പാർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്ന ഇന്ത്യയുടെ ഷേപ്പിലൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പലതരം വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനായിട്ട് പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ അത്യാവശ്യം കുറേ സ്റ്റെപ്പ് കയറിയിട്ടൊക്കെയാണ് ഈ മുകളിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ബെഞ്ച് പോലെയും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ, അംബ്രല്ല പോലെ ഷേപ്പിൽ നിൽക്കുന്ന. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെയും നമുക്ക് കുറച്ചുകൂടെ ഇവിടെ ഇരുന്നിട്ട് പിന്നെയും കുറച്ചുകൂടെ നടക്കാനുണ്ട് കേട്ടോ. പിന്നെയും മുകളിൽ കയറി കഴിയുന്ന സമയത്ത് ടോപ്പ് പാർട്ടിൽ എത്തും. പിന്നെ ഈ കഥകളിയുടെ ഒരു മോഡൽ, അത് വളരെ അടിപൊളിയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. വെറൈറ്റിയാണ് ഫുള്ളും.
ഇത് നമ്മൾ ടോപ്പിൽ കയറിയതിന് ശേഷം എടുത്ത ഒരു വ്യൂ ആണ്, താഴെയുള്ള ലൈറ്റ്സൊക്കെ ആയിട്ട്. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്ക് തന്നെയാണ് ഈ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഈ ഒരു 6 ദിവസം എന്ന് പറയുന്നത്. വളരെ നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഡാമിൻ്റെ സൈഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിപൊളിയാണ്. ഇന്ത്യയുടെ ആ ഒരു തീമിലാണ് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസുകളും അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. നമ്മൾ ഇറങ്ങാൻ സമയത്ത് അച്ഛന് പ്രോഗ്രാം കാണണമെന്ന് ഒരേ നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ പ്രോഗ്രാമും കൂടെ കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല പ്രോഗ്രാമായിരുന്നു. പിന്നെ പ്രോഗ്രാമിന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും പ്ലേസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.